ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുൾ ഇത് തന്നെ. അയ്യോ അടിപൊളി കേട്ടോ. പോണ്ടേ നമ്മൾ കുറച്ചുകൂടി കൊണ്ട് നടന്നപ്പോഴേ കണ്ടോ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ആ ഒരു മൈതാനമല്ല കാണുന്നത് കണ്ടോ, പുറമേ ഉള്ള എന്നാ ആൾക്കാരല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ അന്നത്തെ പടയാളികൾ കാവൽക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് ഇരിക്കാനുള്ളൊരു സ്റ്റൂള് പോലെ പണിയിട്ടേന്നുണ്ടോ, അത് ഫുള്ള് പാറ കൊണ്ടാണ് കേട്ടോ. അതിന് തൊട്ട് താഴെ അവർക്ക് എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമായിരിക്കും. ഫ്രണ്ടിൽ ബിച്ചക്കാരിക്കുന്നുണ്ടല്ലേ, നിന്റെ ഒരു മാസത്തെ വരുമാനമായിരിക്കും അവരുടെ ഒരു ദിവസത്തെ വരുമാനം. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ അച്ഛനുണ്ടാക്കിയെന്നേ പറയത്തുള്ളൂ. എന്നാ കേട്ടോ, ഇത് ഫുള്ള് പാറ കൊണ്ട് നിർമ്മിച്ച ഓരോ രൂപങ്ങളാണ് ഈ കാണുന്നത്. അതും ഫുള്ള് പാറയിൽ കൊത്തിയെടുത്തതാണ് അല്ലേ. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചാണേ. എൻ്റെ ആ ഫിനിഷിംഗ് വർക്ക് കണ്ടില്ലേ, എന്താ തോന്നുന്നു കണ്ടിട്ടൊക്കെ? അടിപൊളി, ഒരു രക്ഷയില്ല. അന്നേരം തഞ്ചാവൂർ ക്ഷേത്രം അതെ അതെ മൈതാനം ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ കുട്ടികൾ അവിടെ എന്തോ പാട്ടൊക്കെ പാടിട്ടാ പോകുന്ന കേട്ടോ. പാട്ടല്ല, ജനഗണമനയാ പാടിയത്. പിള്ളേർ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് അല്ല, എന്തോ ഒരു ആക്ടിവിറ്റി അവരവിടെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് ഫിനിഷായി. അപ്പൊ അവര് ജനഗണമന ചൊല്ലി അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ദൃശ്യമാണ്. എന്തൊക്കെ പാടുന്ന കേട്ടു, വ്യക്തമായി ഞാൻ കേട്ടില്ല. ക്രിസ്മസ് വരാൻ പോവാണ്. സ്റ്റാർ, ഞാൻ ആദ്യത്തെ സ്റ്റാർ കണ്ടു. സത്യം, ആ സ്റ്റാർ കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ദാണ്ട ഞാൻ രാവിലെ കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കുറേ കറക്കമല്ലേ, അതുകൊണ്ട് തല ഇന്നൊന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ മരിയാസിൻ്റെ ഷാമ്പു, ഇത് തുളസിയുടെ ഷാമ്പു ആണ്, ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടി തല കഴുകാൻ വേണ്ടി പോകുന്നത്. ഇത് പിന്നെ നമ്മുടെ മരിയാസിൻ്റെ ഷവർ ജെല്ലാണ്, ഇത് ഉപയോഗിച്ചിട്ടാണ് ദേഹം തേച്ച് കുളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, ആമസോൺ വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഒരു തവണയിലും യൂസ് ചെയ്ത് നോക്കണം. അവരുടെ കോൺടാക്ട് നമ്പറും വെച്ചിരിക്കാം, അതെ, വേണമെങ്കിൽ വിളിക്കാല്ലേ. അതെ. ഹായ് കൂട്ടരെ, അങ്ങനെ വെല്ലൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കറങ്ങി 23ാമത് ജില്ലയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളെ കോലമൊക്കെ മാറും, ഓരോ ജില്ല മാറുന്നതോടെ നമ്മൾ രൂപം മാറുന്നുണ്ടല്ലേ. എന്നെ കണ്ടോ? നമ്മുടെ വാൻ ലൈഫ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കോട്ടയുടെ മുൻവശം തൊട്ട് നമുക്ക് കാണാൻ കിടക്കുകയാണ് ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. കാരണം കോട്ടയുടെ മുൻവശം അത്രയ്ക്കും ഒരു പ്രത്യേകതയുള്ളതാണ്. അന്നേരം അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി അകത്തുള്ള കാഴ്ചകൾ കാണാം അല്ലേ. യെസ് ഈഷ, അന്നേരം നമ്മളെ കോട്ട കാണാൻ പോവല്ലേ? അതെ, ഇതാടെ നമ്മളെ കോട്ട നിൽക്കുന്നുണ്ടോ. 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഞങ്ങൾ വെള്ളൂർ വന്നിരിക്കുകയാണ് അല്ലേ. അന്നേരം കോട്ടയ്ക്ക് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇതാ കോട്ടയുടെ മുൻവശം. എങ്ങനെയുണ്ട്? ഒരു ലേക്ക്, ചെറിയ ലേക്ക് അല്ലേ, പുഴയാണ് എന്താ അറിയാൻ വയ്യ. പക്ഷെ ഇവിടെ നോക്കി വലിയൊരു പുഴയായിട്ട് കാണുന്ന അതേ ആ പുഴയിലാണ് ഈ കാണുന്ന ഇതെല്ലാം ഈ കോട്ട നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഫുള്ള് പാറ കേട്ടോ. ഈ കാണുന്ന എല്ലാം പാറയാണ്. അന്നേരം ഈ കോട്ട അകത്തോട്ട് നമ്മൾ കയറാൻ പോയില്ലേ, ഇതിനകത്ത് പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഒരു ക്ഷേത്രവും ഉണ്ട് അല്ലേ. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ള ജലകണ്ഠേശ്വര ക്ഷേത്രം അല്ലേ. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോട്ടയാണ് ഈ കാണുന്നത് കേട്ടോ. അന്നേരം കയറുമല്ലേ, പോട്ട്. പിന്നെ ഫ്രണ്ട് ഒരു മൈതാനം പോലെ പുള്ളിൽ ഒരുപാട് ഇവിടെയും കണ്ടോ. ഇവിടെ ഒരുപാട് പേർക്ക് വന്ന് കേട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടിലും അടിപൊളി നേരിട്ട്. അതെ, ഫ്രണ്ടിൽ രണ്ട് അപ്പുറം ഇപ്പുറം രണ്ട് വശത്തും നല്ല നല്ല മൈതാനം പോലെ കിടക്കുവാണ്. അവിടെ നിന്നാണ് നമ്മൾ എൻട്രി കവാടം ഇല്ലേ, ഇതാണ് കവാടം. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഈ കോട്ടയുടെ ഉൾവശത്തിലോട്ട് കയറുന്ന മെയിൻ എൻട്രൻസ് അല്ലേ. എല്ലാം പാറ, വലിയ വലിയ പാറകൾ കൊണ്ട് നിർമ്മിച്ചാണ്. നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോട്ടകളല്ലേ. ഇവിടെ കോഴിയുണ്ടോ? സേഫ് അല്ല, പതി നടന്നു. ഏയ് എന്തോ വണ്ടി സ്പീഡിൽ പോകുന്ന ആരോഗ്യം. കോട്ടയത്ത് എവിടുന്ന് എങ്ങനെ തുടങ്ങി എങ്ങനെ കയറണം ഇറങ്ങണം എന്നൊരു നോ ഐഡിയ ഇല്ലേ. നമുക്ക് വണ്ടി വന്ന് പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കാം. കാറായാലും ബൈക്കായാലും കയറ്റുന്നതിന് 50 രൂപയാണ് ടിക്കറ്റ്. രാവിലെ 9 മണി തൊട്ട് 9 തൊട്ട് അല്ലേ, 9 തൊട്ട് വൈകുന്നേരം 8 മണി വരെ നമുക്ക് ഇതിനകത്ത് വന്ന് കയറി പോവാം. ഇവരൊക്കെ വിചാരം ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വലിയ സംഭവം പോലെ അല്ല തോന്നുന്നത്. ഓപ്പൺ ടൈം 9, വൈകുന്നേരം 5 ക്ലോസ്ഡ് ടൈം.
ബിനിഷ, ഫ്രണ്ടിൽ ബിച്ചക്കാരിക്കുന്നുണ്ടല്ലേ? കണ്ട്. നിന്റെ ഒരു മാസത്തെ വരുമാനമായിരിക്കും അവരുടെ ഒരു ദിവസത്തെ വരുമാനം. അതെ കറക്റ്റ് അല്ലേ? അതെ 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 അതെ. ചില ആൾക്കാർ വന്ന് നമ്മളെ വണ്ടിയിലേ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോത്തില്ല, ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ ഇരിക്കും, അവർ കൊടുക്കുന്നത് വരെ പോത്തില്ല. ഏതാ പറഞ്ഞ ലേക്കില്ല, ഇതാണ്ടേ ഇക്കോട്ടെ ഏറ്റവും മുകളിലാണ് നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആരും ഇവിടെ ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഈ കോട്ട. വെള്ളത്തിൽ കൂടെ നീന്തി കടന്നേ വരാവൂ ഇല്ലേ? അങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടേക്ക് കുറെ റൂംസ് ഉണ്ട് ഇടയ്ക്ക് ഇവിടെ അല്ലേ? ചെറിയ പാസേജുകളൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലേ, എന്ത് ഭുവനേശ്വരി ക്ഷേത്രം, എന്തായാലും പറഞ്ഞേ? ജലകണ്ഠേശ്വര ക്ഷേത്രം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജലകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, ആ ക്ഷേത്രം വലിയ കാണുന്നത് കേട്ടോ. ഈ കോട്ടയ്ക്ക് ഉള്ളിലുള്ളതാണ് അല്ലേ? കൊള്ളാം. അതും നമുക്ക് പാറ കൊണ്ട് നിർമ്മിച്ചൊരു ക്ഷേത്രം കേട്ടോ. പള്ളികളുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ നമുക്ക് കാണണം. കാണും ഇവിടെ കാവൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ളതായിരിക്കും അല്ലേ? കാവൽ റൂമായിരിക്കും. അതെ അതെ, ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂമാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴേ പുറത്തോട്ട് ആ വെള്ളത്തിലോട്ട് തെള്ളി നിൽക്കുന്ന ഒരു കുറച്ച് പോഷമുണ്ട്, ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെയൊക്കെ ആൾക്കാർ നിന്ന് കാവൽ നിൽക്കുന്നതിൻ്റെ അതിൻ്റേതായ ഒരു രീതിയിലൂടെ ഡെമ്മികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ടോ. അത് ഈ കോട്ടയുടെ സംരക്ഷണ ഭാഗങ്ങളാണ് കാണുന്നതൊക്കെ. പോട്ടെ, അങ്ങോട്ടും എല്ലാം ഉണ്ട് കേട്ടോ. അത് കണക്കുള്ളേ എനിക്ക് തോന്നി കോട്ട ചുറ്റിക്കറങ്ങാൻ തന്നെ ഒരു ദിവസം തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പം തന്നെ കുറേ സമയം നടക്കാൻ തുടങ്ങിയിട്ടേ. ക്ഷേത്രത്തിൻ്റെ ഭാഗം ഒരുപാട് കിടക്കുമല്ലേ? അതിന് ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരുപാട് ബിൽഡിങ്സും വീടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വീടാണെന്ന് എന്താ അറിയാൻ ചിലപ്പോൾ ഈ കോട്ടയുടെ തന്നെ ഭാഗമായിരിക്കും. പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡർ വന്ന് വീട് വെക്കാനൊക്കെ അവർ പെർമിഷൻ കൊടുക്കും? ഇല്ലായിരിക്കും, ചിലപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുള്ള സാധനം. അതെ അതെ അതെ. അതെ, ഇവിടെയൊക്കെ താമസമുള്ളതാണ് കേട്ടോ. ഓ, ആ ക്ഷേത്രം നിൽക്കുന്നുണ്ടോ നീ? ഒരു കിടങ്ങ് പോലെ സംഭവം നിർമ്മിച്ച് അതിനകത്താണ് ക്ഷേത്രം നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഈ കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു ഫുള്ള് കാണാൻ പറ്റും തോന്നുന്നു കേട്ടോ. ആ കാണുന്ന മൈതാനം, ഗാർഡൻ എല്ലാം അവിടെ നിന്ന് കാണാൻ കഴിയും. വൗ, ബിനിഷ, ഈ കാണുന്ന ലേക്ക് എന്ന് പറഞ്ഞില്ലേ, ഈ കൃത്രിമ ജലാശയം തന്നെയാണ് കേട്ടോ അത്. കാരണം ഈ കോട്ടയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അന്ന് അവർ ചെയ്തതാണ്. ഉറപ്പാണ്. കാരണം ഈ കോട്ടയ്ക്ക് ചുറ്റിനും എങ്ങനെ വന്നു ഇത്? ഓക്കെ, കണ്ടോ അല്ലേ? ഈ കോട്ടയ്ക്ക് ചുറ്റിനും ഉണ്ട് കേട്ടോ ഈ ജലാശയം. നല്ല വീതിയിലാണ് കാണാൻ കഴിയുന്നത്. അവിടുന്ന് ഒരാൾക്ക് ഇപ്പുറത്ത് വരണമെങ്കിൽ ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ്. പിന്നെ കണ്ടോ, കാവൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഇതല്ലേ സ്ഥലമില്ല അതല്ല. അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും 1, 2, 3 വെച്ച് കാണാൻ കഴിയും കേട്ടോ. അത് നീണ്ട അങ്ങ് കിടക്കുവാണ്. ഇവിടെ എല്ലാം ആൾക്കാർ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാലും ഇത് കൃത്രിമ ജലാശയമായിരിക്കും. അന്ന് എന്തുമാത്രം മണ്ണ് തന്നെ എടുത്ത് മാറ്റി കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും മണ്ണൊക്കെ മാറണമെങ്കിലേ എത്ര ആൾക്കാർ ജോലി ചെയ്തിട്ടായിരിക്കും. അന്ന് JCB ഉണ്ടോ, ക്രെയിൻ ഉണ്ടോ? ഇതൊന്നും ഇല്ലല്ലേ. അന്ന് ഇതെല്ലാം തൂമ്പയ്ക്കും മൺവെട്ടിക്കൊക്കെ വെട്ടി എന്തായാലും വെട്ടിപ്പോയി എടുത്തില്ലേ.
ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. അടുത്ത കോട്ടയുടെ മറ്റൊരു ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് ആ ക്ഷേത്രം നല്ല രീതിയിൽ കാണാൻ കഴിയും. അതും കണ്ടൊരു കിടങ്ങ് നല്ലൊരു കുഴി കുഴിച്ച് അതിനപ്പുറത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് ക്ഷേത്രത്തിൽ ചാടി കയറാൻ പറ്റത്തില്ല, ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഇവിടെ ഞാൻ പടയാളികൾ അല്ലെങ്കിൽ കാവൽക്കാർ നിൽക്കുന്ന സ്ഥലമാണ്, മെയിൻ സ്ഥലമാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിന് തന്നെ അപ്പുറം ഇപ്പുറം വലിയ 2 ഭാഗങ്ങൾ കാണുന്നില്ലേ, ഒരു കോമ്പൗണ്ട്, മതിൽക്കെട്ട്, ആ വെള്ളത്തിനോട് ചേർന്ന് ആ കാണുന്ന പോർഷനാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെയൊക്കെ ആൾക്കാർ നിന്ന് കാവലിൽ നിന്നാണ് ഈ കാണുന്ന കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ. ഓക്കെ, എന്നിട്ട് കുറെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയും. ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ. ഇതേ കണക്ക് തന്നെയാണ് കോട്ടയുടെ അങ്ങോട്ട് കൊണ്ട് കേട്ടോ, ആ ഒരു ഭാഗത്തുണ്ട്. എനിക്കൊന്ന് ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നീളത്തിൽ കിടക്കുന്നത് ഈ കോട്ട, ഈ ഒരു മുൻവശമേ. ഓക്കെ, എന്നാലും നമുക്ക് ആ ഒരു കാഴ്ച നേരത്തെ കണ്ടതാണ്, കുറേ കണ്ടതാണ്. അന്നേരം വേറെ സ്ഥലത്തോട്ട് അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇവർ കഴിഞ്ഞിട്ട് വലിയ നമുക്കറിയാൻ വയ്യ, ഇപ്പം കിട്ടും എന്താ. നമ്മളെ കയ്യിൽ 5 or 10 രൂപ കൊടുത്താലേ ഭിക്ഷ യാചിക്കാൻ വേണ്ടി അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടേ. നമുക്ക് അവർ 5 or 10 കൊടുത്തു കഴിഞ്ഞാലേ അത് അവരെടുത്ത് എറിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അനുഭവമുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം ലോൺ എടുക്കുക, കാരണം ഭിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെ. അന്നേരം നമ്മൾ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ നിന്നിപ്പം ഒരു കിടങ്ങ് പോലെ സംഭവം നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രം ചുറ്റുമുണ്ട്. അന്നേരം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. പെട്ടെന്നൊരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. ഇതാ ക്ഷേത്രത്തിന് മുൻവശമേ. അന്നേരം ക്ഷേത്രത്തിലുള്ള ആൾക്കാർ കയറുന്നുണ്ട്. കയറുന്നുണ്ടോ ക്ഷേത്രത്തിൽ? അങ്ങോട്ട് ആൾക്കാർ പോയത് ഞാൻ കണ്ടു. ശിവക്ഷേത്രമാണ് അത്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും കൂടുതലും ശിവക്ഷേത്രം തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടതിൽ വെച്ച് എല്ലാം കൂടുതൽ ശിവക്ഷേത്രം. ഫോൺ അല്ലോടല്ല കേട്ടോ. അന്നേരം നമുക്ക് അകത്തോട്ട് കയറി ഷൂട്ടിങ് പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ക്ഷേത്രത്തിന് മുൻവശം. നമ്മൾ തഞ്ചാവൂർ കണ്ട പെരിയ ഗോപുരമില്ലേ, അതുപോലെ തന്നെയുള്ള ഗോപുരങ്ങളാണ് ഇവിടെയുള്ളത്. പക്ഷെ അകത്തുള്ള നിർമ്മിതി എല്ലാം ചെറുതാട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന കയറുന്ന മുമ്പായിട്ട് നമ്മളെ ചെരുപ്പ് ഊരി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇതുകൊണ്ട് എടുത്ത് നോക്കൂ. ചെരുപ്പിടെ സേഫായിട്ട് വെച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറാം. നമ്മളെ ഈ കോട്ടയുടെ നടുക്കായിട്ടേ ഒരു വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ നിന്ന് ഒരുപാട് പേര് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ക്രിക്കറ്റ് കളി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് കയറുകയാണ്. ക്ഷേത്രം മുൻവശത്ത് ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ, ചെറിയൊരു ഗാർഡനാണ്. ക്ഷേത്രത്തിനകത്തോട്ട് കയറുകയാണ്. പുറമായും പാറയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് മുമ്പിൽ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ഗോപുരം കംപ്ലീറ്റ് പാറയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊള്ളാമല്ലേ? ഈ ഡോറിന്റെ വലിപ്പം കണ്ടോ നീ? എന്നാ വലിപ്പമെന്നറിയ ഡോറിന്. അടുത്തിട്ട് നിന്നേ വിനീഷ. ആ ഡോറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വിനീഷയുടെ വലിപ്പവും ആ ഡോറിന്റെ വലിപ്പം കൂടെ കണ്ടോ? ഇപ്പോൾ താമരയല്ലേ, താമരയുടെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ലോക്ക് കണ്ടോ എൻ്റെ? വാ ക്ഷേത്രത്തിലോട്ട് കയറാം. ഇവരുടെ ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ മണ്ഡപങ്ങളുണ്ട് കേട്ടോ. മണ്ഡപത്തിന്റെ കുത്തുപണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്താണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മണ്ഡപം അല്ലേ? കൊള്ളാം. നമുക്ക് അങ്ങോട്ട് പോകാം. വാ. നിലമ്പൂർ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തൊരു പീഠമുണ്ട് കേട്ടോ, കണ്ടോ? അച്ചിലുണ്ടാക്കി കണക്കിരിക്കുമല്ലേ എല്ലാം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ അച്ചിലുണ്ടാക്കിയെന്നേ പറയത്തുള്ളൂ. എന്നാൽ കേട്ടോ, ഇത് ഫുള്ള് പാറ കൊണ്ട് നിർമ്മിച്ച
ഓരോ രൂപങ്ങളാണ് ഈ കാണുന്നത്. അതും ഫുള്ള് പാറയിൽ കൊത്തിയെടുത്തതാണ് അല്ലേ. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചാണേ. എൻ്റെ ആ ഫിനിഷിങ് വർക്ക് കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കൊത്തുപണികളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലാം അത് താഴേന്ന് തുടങ്ങുന്നതാണ് കേട്ടോ ഈ കൊത്തുപണികളിലെ. അതങ്ങ് മുകള് പേരുണ്ട്. ഏകദേശം ഒരുപാട് കാലുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് നേരത്തെ കാലുകൾ ഒരുപാടുണ്ട്. 1 2 3 4 5 6 7 8 കാലുകൾ തന്നെ. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിന് ഒരു നില തന്നെ 8 കാലുകളുണ്ട്. ടോളിൽ എത്ര കാലുണ്ടെന്ന് കണക്ക് കൂട്ടാം. ഫ്രണ്ടിൽ തന്നെ അത് കണക്കിന് ഒരുപാട് കാണാൻ കഴിയും കേട്ടോ. അത് കണക്ക് ഫുള്ള് പാറയിൽ കൊത്തിയെടുത്താണ് ഈ കാണുന്നതൊക്കെ. ആ കുതിരയുടെ മനുഷ്യൻ്റെ രൂപമൊക്കെ ഉണ്ടോ, പക്ക ആ ഒരു ഒറിജിനൽ ഒറ്റ പാറയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം ഒറ്റ പാറയിലാണ് ചെയ്തിരിക്കുന്നത് ഈ തൂണെ. മേളത്തെ കൊത്തുണി കണ്ടോ, ഏറ്റവും മുകളിൽ കണ്ടോ. നമ്മളെ വീട്ടിലേക്ക് ഓടിടാൻ വേണ്ടി പട്ടിയിൽ കഴുക്കോലൊക്കെ വരത്തില്ലേ വിനീഷ, അതേ കണക്കാണിതോ അതവിടെ ചെയ്തിരിക്കുന്നുണ്ടോ. ആ ഒരു ഫിനിഷിങ് അത് ഫുള്ള് പാറയിലാണ് ചെയ്തിരിക്കുന്നത്. ഓ ഇതും കൊള്ളാം അല്ലേ. ഏറ്റവും നടുക്കായിട്ട് ഇതായി കണക്കൊരു രൂപം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കഥകൾ തന്നെ കുത്തിവെച്ച് ആനയും തേരും കണ്ടോ. ഇതൊക്കെ അത്ഭുതങ്ങൾ തന്നെ കേട്ടോ. അന്നേരം മേലോട്ട് കയറുകയാണ്. നമുക്ക് ഇവിടെ ഇച്ചിരി പ്രകാശത്തിന് വെട്ടത്തിൻ്റെ കുറവുണ്ട് ഇല്ലേ. കൊള്ളാം. ഫുള്ള് പാറയ്ക്കകത്ത് അത്ഭുതങ്ങൾ തീർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാ കണക്കിനാണ്. ഒരുപാട് കാലുകളുണ്ട് കേട്ടോ, ഒരുപാട് കാലുകളാണ്. അതിനകത്താണ് ഈ കാണുന്ന കെട്ടിടം നിൽക്കുന്നത്. മുകളിൽ ഫുള്ള് വെയിറ്റ് അതിനകത്താണ് നിൽക്കുന്നത്. അന്നത്തെ ശില്പികളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂല്ലേ. മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണിയാണ് കേട്ടോ. ചെറിയ അത് ഭംഗിയാ. ഒരെണ്ണം പോലും അടർന്നു മാറിയിട്ടില്ല, അതാണ് പ്രത്യേകത. കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഒരു പീഠം കാണാൻ കഴിയും. അങ്ങോട്ട് കയറാവോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് ഇതിൻ്റെ കാഴ്ച കേട്ടോ. കയറാവോ? ആൾക്കാർ കയറുന്ന കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ നമ്മള് കയറും. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് ഇത് തന്നെ. അയ്യോ അടിപൊളി കേട്ടോ. കുത്തുപണികൾ കൊണ്ട് അത്ഭുതം തീർത്തിരിക്കുക കേട്ടോ. ഓക്കെ സൂപ്പർ. ശരിക്കും ഈ ഒരു ഒറ്റ ഫ്ലോർ നിൽക്കുന്നത് 3 തട്ടായിട്ടാ അല്ലേ? അത് 3 പാറ തന്നെ അല്ലേ? ശരിയാണ്. ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ, അവിടുന്ന് കയറി അടുത്ത തട്ട് 3 തട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഇളക്കി മാറ്റി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നൊരു പീസാട്ടോ. വെട്ടമില്ല, ഫുൾ ഇരുട്ടായിട്ട് നിൽക്കുവാണ്. കാഴ്ചയ്ക്ക് കുറവ് കാണും. നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് വിനീഷ
എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടേക്കുന്നില്ലേ ഇപ്പം. നമ്മൾ ഈ നിൽക്കുന്ന സംഭവങ്ങളുണ്ടോ, ഇതിൻ്റെ ആ കൊത്തോണി ഫിനിഷിങ് വർക്ക് കണ്ടോ, ഇതെല്ലാം പാറയാണേ. നമ്മുടെ കോൺക്രീറ്റോ മറ്റൊന്നും അല്ല, ഇതെല്ലാം പാറയിൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പാറയിൽ പൂവൊക്കെ, അതാണ് ഇതിൻ്റെ എൻഡിൽ പൂക്കളല്ലേ. മിഷ്യനോ അല്ലെ കൈ കൊണ്ട് ഉളികൾ കൊണ്ട് പണിയെടുത്തതാണ് ശില്പികൾ അന്നത്തെ കാലത്ത്. ഇത് 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു കോട്ടയാണ്. കാരണം നമ്മൾ ഈ പണിയുന്നതിനിടയ്ക്ക് ഒരു കൈ അങ്ങനെ പൊട്ടിപ്പോയാലോ ഇതൊക്കെ പൊട്ടിപ്പോയാലോ നമ്മളത് അന്നവർ ഉപേക്ഷിക്കുകയായിരിക്കും ചെയ്തത്. എത്ര പീസ് നിർമ്മിച്ചതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇത് പക്ക കറക്റ്റായിട്ട് കിട്ടിക്കാണുന്നത് ഇല്ലേ. അങ്ങോട്ട് പോകും. ഓക്കെ, ഇനി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം അകത്തോട്ട് ക്യാമറ അലോഡല്ല എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല. ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുമോ? ക്ഷേത്രത്തിനകത്ത് കാര്യം അറിയത്തില്ല. ചുറ്റും ഒന്ന് കണ്ടിട്ടേ ബാക്കി കാഴ്ച എടുക്കാം. സന്ധ്യ ആവുന്നു, വെട്ടം കുറയുന്നു. അന്നേരം ഇതാണ് നമ്മളെ ഇതൊക്കെ നോക്കിയത്. എൻ്റെ വർക്ക് കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒറ്റ പാറ തന്നെയായിരിക്കില്ലേ, കാരണം ഈ ജോയിന്റ് പോലും കാണുന്നില്ല. ഇവിടെ ഒന്നും ഒരു ജോയിന്റ് പോലും കാണുന്നില്ല. അതങ്ങ് ഏറ്റവും മുകളിൽ വരെ പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തൂണുകൾക്കും ഓരോരോ പ്രത്യേക സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ക്ഷേത്രത്തിന് ഇത് പുറത്തോട്ട് നമ്മൾ ഈ നേരത്തെ കണ്ട ഈ മണ്ഡപത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കണക്ക് കൊത്തുപണികളും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. നല്ല പെർഫെക്ഷൻ ഫിനിഷിങ് ഉണ്ടോ. ഇത് എങ്ങനെയാണ് അന്നത്തെ മനുഷ്യർ ചിന്തിച്ച് കൂട്ടുകയും ഡ്രോയിങ്ങിനാണ് നമ്മൾ സാധാരണ ഒരു ഡ്രോയിങ് പടം വരയ്ക്കുക എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അന്ന് ഈ പാറയിൽ ഇതൊക്കെ കൊത്തിയെടുക്കണം നടക്കുന്ന കാര്യമാണ്. നോക്കി ഇവിടുന്ന് അടർന്ന് മാറിയിക്കണം, പാറയാണ് കേട്ടോ. ഇത് പക്ക പാറയാണ്. ഇവിടെ എല്ലാം ഉണ്ടാണ് തന്നെ. ഫിനിഷിങ് ഉണ്ടോ നീ? മൈന്യൂട്ട് സംഭവങ്ങൾ, ചെറിയ ചെറിയ കൊത്തുപണികളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ക്ഷേത്രത്തിന് ചുറ്റിനുള്ള ചുറ്റുമതിലാട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ല കിടങ്ങ് പോലെ ഒരു കുഴി കണ്ടില്ല, ആ കുഴി കിടങ്ങ് കഴിഞ്ഞ് കാണുന്ന ഈ ചുറ്റുമതിലാണ്. ആ ചുറ്റുമതിലിനകത്താണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കുമ്പോഴും അക്ഷരസ്ഫുടത കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ലിമിറ്റേഷൻ ഉണ്ട് എനിക്കിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി. അന്നേരം എനിക്കറിയുന്ന വാക്കുകൾ കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് ആ ഏറ്റവും മേളിൽ ചെയ്തിരിക്കുന്നത് ആ പാളി പോയിരിക്കുന്നത് പാറ സ്ലോപ്പായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ കണക്കൊരു വീട് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് വർക്കുണ്ട് ഇല്ലേ. പക്ഷെ ഇവിടെ ഫിനിഷിങ് കുറവാണ് കേട്ടോ വർക്കിനൊക്കെ. കണ്ടോ ആ കയറി വന്നപ്പോൾ ഫിനിഷിങ് അല്ലേ ഇതിനുള്ളത്. എന്താ തോന്നുന്നു കണ്ടിട്ടൊക്കെ? അടിപൊളി, ഒരു രക്ഷയില്ല. അന്നേരം തഞ്ചാവൂർ ഇതൊക്കെ വന്ന് കണ്ടത് തന്നെയല്ലേ. അതെ അതെ. എനിക്ക് തോന്നുന്നു നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ട്രിപ്പ് വന്നത് ഒരു 99% ശിവക്ഷേത്രങ്ങളാണ് കണ്ടത്. ഈ തഞ്ചാവൂർ പെരിയ കോവിൽ ഫുള്ള് ശിവൻ്റെ, വേറെ ഒരു ദൈവങ്ങളെ, പിന്നെ നമുക്ക് നന്ദി ഭഗവാനെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വേറെ പ്രതിഷ്ഠകളൊന്നും വെച്ചിട്ടില്ല അല്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ ഇതെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഇടനാഴികൾ മാത്രമാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവിടെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ കണ്ട ഈ ഇടനാഴി ഫുള്ള് ശിവലിംഗങ്ങളാണ്. പലതരത്തിലുള്ള പല ഭാവത്തിലുള്ള ശിവലിംഗങ്ങളാണ് കൂടുതലും കാണാൻ കഴിഞ്ഞത്. അന്നേരം നമ്മൾ കോവിലിനെ പുറത്തിറങ്ങുമല്ലേ,
ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റത്തില്ല, ക്യാമറയും കൊണ്ട് ഇടപെടല്ല. നമ്മുടെ ക്ഷേത്രം മുൻവശത്തെ ഈ കാണുന്ന ഗോപുരത്തിന് മുമ്പിലായിട്ട് ഒരു കുളമുണ്ട്. കുട്ടികൾ സ്കൂൾ ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു തോന്നുന്നു, തീർത്ഥാടനമാക്കി. തീർത്ഥാടനം പറയല്ലേ, കോട്ടയല്ലേ ഇത്, ക്ഷേത്രമല്ല. ഇതിനകത്ത് നമുക്ക് ഫോണൊന്നും ഓഫ് ചെയ്തിട്ട് സാഹചര്യം നോക്കിയിട്ട് എടുക്കാം. ഇതാത്തു വെക്ക്, ഫോൺ താത്തു. അല്ല, ഇത് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്ത് കൊണ്ട് കുട്ടികൾ അത്രയും നോക്കണം. കുളത്തില് മീനല്ലാണ്ട് പിന്നെന്താ. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാ ബഹളോ കുട്ടികള് അല്ലേ? ഇത് മീനുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുണ്ട് കേട്ടോ. വാ, വിനീഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ വന്നതിനെ കുറിച്ച്? എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തമിഴ്നാട് ട്രിപ്പ് തന്നെ. അതിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്, എങ്കിലും പറയുവാണ്, നമ്മൾ പല ആൾക്കാരും ഒരുപാട് രാജ്യങ്ങൾ കാണാൻ, നമ്മൾ നാട് വിട്ട് ഒരുപാട് ജില്ലകൾ വിട്ട് സംസ്ഥാനങ്ങൾ വിട്ട് വേറെ വേറെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മളെ പോലെ എല്ലാവരും ചിന്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അല്ല, അത് ഓരോരുത്തർ. ഇപ്പം എനിക്കാണെങ്കിലും ബാങ്കോക്ക് പോകാൻ ഇഷ്ടമുണ്ട്, തായ്ലൻഡ് പോകാൻ ഇഷ്ടമുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ആയിരുന്നു അല്ലേ? ഓക്കെ, നീ ബാക്കി നമുക്ക് കാഴ്ചകൾ കാണാൻ പോവല്ലേ? അതെ. നമ്മളിട്ട ചെരുപ്പ് അവിടെ ഇരിപ്പുണ്ട്, സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. സേഫായിട്ട് നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് യാത്ര തുടരാം. ഈ ആൽമരം നോക്കേ, നല്ല പ്രായമുള്ള അതാണ്. എത്ര തലമുറകൾ കണ്ടായിരിക്കുമല്ലേ? ഇല്ലേ നിഷ? ഒരുപാട് തലമുറകൾ കണ്ട ഒരു ആൽമരമാണിത്. കാരണം അത്രയ്ക്കും ഉണ്ട് എൻ്റെ ബ്രാഞ്ചസ്. ഇത് ഓഹോ, ഇത് പണി ഒപ്പിക്കും. മൈതാനമുണ്ട് കേട്ടോ, പക്ഷെ അവിടെ കുട്ടികൾ അവിടെ എന്തോ പാട്ടൊക്കെ പാടിട്ടാ പോകുന്ന കേട്ടോ. പാട്ടല്ല, ജനഗണമനയാ പാടിയത്. പിള്ളേരുടെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് അല്ല, എന്തോ ഒരു ആക്ടിവിറ്റി അവരവിടെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് ഫിനിഷായി. അപ്പൊ അവര് ജനഗണമന ചൊല്ലി അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ദൃശ്യമാണ്. എന്തൊക്കെ പാടുന്ന കേട്ടു, വ്യക്തമായി ഞാൻ കേട്ടില്ല. സൂക്ഷിച്ചു നിന്നോ, പട്ടിയുണ്ട്. കോട്ടയ്ക്കകത്തുള്ള ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. ഇതിനകത്ത് പോലീസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പോട്ടാണ് ഇപ്പൊ കാണുന്നത്. പോലീസ് ട്രെയിനിങ് സ്കൂൾ വെല്ലൂർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വിസിറ്റേഴ്സ് നോട്ട് അല്ലോ. അവിടെ ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതിലേക്ക് കൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസറിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. സബ് ഡിവിഷൻ ഇതാണെന്ന് തോന്നുന്നു. മസ്ജിദ്, പള്ളി ഇതാണ് കേട്ടോ. പള്ളി ഇതാണ്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇതെല്ലാം വരുന്നത് കേട്ടോ. പുറത്തു നിന്ന് വീഡിയോ എടുക്കാം. അകത്തോട്ട് കയറണ്ട. ഇവിടെ എന്താ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. അവിടെ ടെൻ്റൊക്കെ കിട്ടുന്ന ആൾക്കാർ. ക്രിസ്മസ് വരാൻ പോവുകയാണ്. സ്റ്റാർ, ഞാൻ ആദ്യത്തെ സ്റ്റാർ കണ്ടു. സത്യം, ആ സ്റ്റാർ കണ്ടപ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷം. ഓക്കെ, ഒരു ചുമ സ്റ്റാറേ തൂങ്ങി കിടക്കുന്നു കണ്ടോ. അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ ഈ പള്ളി ഏത് വർഷമുള്ളതാണ്? 1846 ആണ്. പക്ഷെ ഉറപ്പായിട്ടും ഇത് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. പുതുക്കി പണിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അത് പുതുക്കി പണിതിട്ടില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. പുതുക്കി പണിതെങ്കിൽ ഇതൊക്കെ മാറിയാന്. അവരിതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഉള്ളൂ, പുതുക്കി പണിതിട്ടില്ല. പുതിയതായിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും അത് പുതുക്കി പണിതായിരിക്കത്തില്ല. പള്ളിക്കകത്ത കാഴ്ച കേട്ടോ.
നോക്കാം. പള്ളിക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. കപ്പിൾസിന്റെ വികാര കേന്ദ്രം. അതെ അതെ, വെറുതെ കപ്പിൾസിന്റെ വിഹാര കേന്ദ്രം. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതെ അതെ, എനിക്ക് ആ സ്റ്റാർ കണ്ടപ്പോ എന്റെ വീട്ടിൽ പോയിക്കൊള്ളാൻ എനിക്ക് തോന്നുന്നു പെട്ടെന്ന്. സത്യം. നീ എന്താ കുഞ്ഞുവാവയോ? ഏയ് അതെന്താ 32 വയസ്സുള്ള കുഞ്ഞുവാവ. 32 വയസ്സോ? എത്ര വയസ്സുണ്ട്? 31. 31 വയസ്സുള്ള കുഞ്ഞുവാവ. 1 വയസ്സല്ലേ കൂടിയുള്ളു. എന്തോ ആയാലും വയസ്സ് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എന്നാലും പറയാതിരിക്കാൻ പറ്റുമോ ഇതൊക്കെ? പക്ഷേ സ്റ്റാർ, ഓണം, ഉത്സവം, ഞങ്ങൾ അവിടുത്തെ ഉത്സവം. നീ അവിടെ ചാടി കളിക്കുന്നതായി ഞാൻ കാണുന്നു. ഞാൻ കണ്ടു. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് നബിദിനത്തിനൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു മാസം സമയം അതിന്റെ പിറകിലായിരിക്കും ഞങ്ങള്. നീ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ടല്ലേ? അങ്ങനെ കാണണ്ട ക്രിസ്മസ് സ്റ്റാർ കാണണ്ട. പക്ഷെ പഴയതാണോ അത് പുതിയതാ? പഴയതാ. അത് ഇപ്പൊ ഇട്ടതാണോന്ന് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ഇതാണ്. അടുത്ത ഇനി ഒരു മുസ്ലിം പള്ളിയിനകത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? മസ്ജിദ് എന്തോ സംഭവം ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. മസ്ജിദ്, മഹർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്ത്, ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ? അതെ അതെ. ഹായ് കൂട്ടുകാരെ. അന്നേരം നമ്മളെ വാക്കുകളെ നാക്ക് മുടക്കുന്ന കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാൻഡേർഡ് വേഷം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്വന്തം ഇലക്ട്രിക് വണ്ടിയിൽ ഞങ്ങൾ നാട് മുഴുവനും ചുറ്റാൻ പോവുകയാണ്. ഞങ്ങൾ കാരണം എങ്ങനെയാലും ഒരു 15-20 മുമ്പ് വീട്ടിൽ ചെല്ലണം. സാൻ്റെ താണ്ട് ഇതാണ് കേട്ടോ. ജീവനും കിടയില്ലാത്തതല്ല. അതെ, എന്നെ സാന്റെ ആക്കുമ്പോഴേ ആൾക്കാർ ചിന്തിക്കുക എവിടുന്ന് കിട്ടി ഈ ചുള്ളിക്കമ്പിലൊരു. ബിനിഷ, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കും, പിരിവെടുക്കും. ഏറ്റവും അവസാനം നമ്മൾ മന്തി മേടിച്ച് കഴിക്കുക പൈസക്ക്. നീ എല്ലാരോടും പറ കാശിന് മന്തി മേടിക്കാൻ. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ചെയ്ത കാര്യം. പക്ഷെ വീഡിയോ ആയിട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആക്കണം. ഇവിടെ 2 പീരങ്കി ഇരിക്കുന്നു കേട്ടോ. ബീരങ്കി എന്താണത്? കൽത്തൊട്ടി ഇരിപ്പുണ്ട്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തൂണുകൾ ഇരിപ്പുണ്ട്, കുറേ ഉണ്ട്. ഇൻസൈഡ് അകത്ത് കയറാൻ പറ്റത്തില്ല. പോളിത്തീൻ ഫ്രീ സോൺ ഇല്ല. അത് അകത്ത് വെഹിക്കിൾ നോ പാർക്കിംഗ് ഇൻസൈഡ് ഏരിയ. പോളിത്തീൻ ഫ്രീ സോൺ, അതായത് പ്ലാസ്റ്റിക് ഇടാൻ പറ്റത്തില്ല, വെഹിക്കിൾ ഇവിടെ വെക്കാൻ പറ്റില്ല. ഈ ഒരു കോമ്പൗണ്ട് ഫുള്ള് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിലാണെന്നാണ് പറയുന്നത്. ഇവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണെന്ന് എഴുതി. നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ഇടരുത്, വെഹിക്കിൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിടരുത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേറൊന്നും അതിനെപ്പറ്റി അറിയാൻ സാധിച്ചില്ല എന്താണ് ഇതെന്നുള്ളത്. ഒന്നും അവിടെ ബോർഡോ കാര്യങ്ങളോ മറ്റൊന്നും വച്ചിട്ടില്ല. ഓക്കെ, അടുത്ത പോവില്ലേ അങ്ങോട്ട്? അടുത്ത പോലീസ് സ്കൂളോ? സ്കൂൾ, ട്രെയിനിങ് സ്കൂള്. ഇവിടെ ഞാൻ മുമ്പേ അവിടെ ഒരു ബിൽഡിംഗ് കണ്ടില്ലായിരുന്നോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് അല്ല, എനിക്കൊന്ന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. പോലീസ് പിള്ളേർക്ക്, അതായത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. 1896 1896 ഇത് വന്നത് ഇവിടെ. ഇവിടെ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്താ ചെയ്യും? കപ്പിൾസിൻ്റെ വികാരമൊക്കെ എന്തെങ്കിലും വേണം അവിടെയൊക്കെ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, സിംഗിൾസ് ആയിട്ടുള്ളവർ. കഷ്ടം തോന്നുന്നു കേട്ടോ, സിംഗിൾ പസംഗ. അമ്മമാർ ഓരോ പൂലയിൽ നിന്നും ഫോട്ടോ എടുപ്പൊക്കെയാണ് പണി അല്ലേ? ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഫുള്ളായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു ക്ഷേത്രം കണ്ടു, അതിനുശേഷം ഒരു പള്ളി കണ്ടു. ഇങ്ങോട്ട് ഇതൊക്കെ കോട്ടയുടെ ഭാഗം, മുസ്ലിം പള്ളി കേട്ടോ. ഇതാണ് ആ പഴയ മുസ്ലിം പള്ളി. നമുക്ക് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ അകത്ത് കയറാം, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അകത്ത് കയറാൻ പറ്റില്ലെന്നാണ് എൻ്റെ നിഗമനം. അകത്തേക്ക് അവർ എൻട്രി കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് ഫുള്ള് പാറ കൊണ്ട് നിർമ്മിച്ച കേട്ടോ അല്ലേ? ഇത് ആ ഒരു 16-ാം നൂറ്റാണ്ടിലുള്ളത് തന്നെയാണ് സംഭവം.
ഇതിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് പറ്റത്തില്ല, കാരണം ഇവിടെ എല്ലാം ബാരിക്കേഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ കവർ ചെയ്തിരിക്കുകയാണ് ഫുള്ള്. ഇതിനകത്ത് പോലീസുകാരും ഉണ്ട്, അതിനകത്തോട്ട് കയറാൻ കഴിയത്തില്ല. ഇത് നിലവിൽ ക്ഷേത്രത്തിൽ നമുക്ക് കയറാൻ പറ്റും, പള്ളിയിലും കയറാം. പക്ഷെ പള്ളി എനിക്ക് കാലത്തിനനുസരിച്ച് മാറ്റം. ഇവിടെ ഒരു ഗവൺമെന്റ് മ്യൂസിയം ഉണ്ട്, പക്ഷെ അത് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് പുറത്തുനിന്ന് ഓപ്പണിംഗ് അല്ല. ഇവിടെ ഒരു ഗവൺമെന്റ് മ്യൂസിയം ഉണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, അത് ലോക്കായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. തമിഴിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് അന്നത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. ഹോസ്പിറ്റൽ അന്നത്തെ കാലത്തെ ഹോസ്പിറ്റലൊന്നും ഇങ്ങനെ ആവാൻ സാധ്യതയില്ല. അല്ല, അതിനുശേഷം കാലത്തിനനുസരിച്ച് മാറ്റം. കോട്ടയല്ലേ, ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സബ് ട്രഷറി ഗവൺമെൻറ് മ്യൂസിയം എന്ന്. അത് അവിടെയാണുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അകത്ത് കയറാൻ പറ്റുകയാണെങ്കിൽ അകത്ത് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് പോലീസ് ട്രെയിനിങ് ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു സ്കൂള് പോലത്തെ ഒരു ഐറ്റമാണ് കണ്ടത്. അപ്പം അതിൻ്റേതായ അതിൻ്റെ ഭാഗങ്ങളായിരിക്കണം ഇവിടെ ഉള്ളത് മൊത്തവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ മേളിലോട്ട് പോയി അവിടുത്തെ കോട്ട കാണാനായിട്ട് പോവുകയാണ്. മെയിൻ ഭാഗം കാണാൻ പോവല്ലേ? അതെ, കോട്ടയുടെ മെയിൻ ഭാഗം കാണാനായിട്ട് പോവുകയാണ്. ഇതിലൂടെ കയറുന്ന കാര്യമാണ് പാടേ. നമുക്ക് ഇതിലെ കൂടെ ആ കോട്ടയുടെ ഒരു സൈഡിലോട്ട് പോകാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിലെ കൂടെ അങ്ങനെ ആരും പറയത്തില്ലല്ലേ. അവരുടെ പോലീസ് ഓഫീസർ സെക്യൂരിറ്റി അല്ലേ, പോലീസ് ഓഫീസറാ അവിടെ ഇരുന്നത്. ഓഫീസറാ. ഇത് ഗവൺമെന്റിന്റെ ഫുള്ള്. അതെ, അന്നേരം ഇതിലെ കൂടെ കയറി നമുക്ക് ഈ പറഞ്ഞ കോട്ടയുടെ മുകളിൽ ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനിഷ കെയർഫുൾ. നമ്മളെല്ലാം മല കയറി കണക്കൊന്നും അല്ലല്ലേ. ഇത് കോട്ടയുടെ ഒരു ഭാഗമാണ്. അങ്ങോട്ടൊക്കെ ഒരു സെല്ലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് ആരും അങ്ങനെ പോകാറില്ലല്ലേ. എനിക്ക് തോന്നുന്നു ജയിലോ മറ്റോ ആയിരിക്കും. ഈ ഒരു പാറുണ്ട്, ഒരൊറ്റ പീസാട്ടോ, ഇതൊരൊറ്റ പീസാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് പോകേണ്ടത് അവർ പറഞ്ഞായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട്. അതെ, അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഇൻഫോം ചെയ്തു അധികം നേരം ഇവിടെ നിൽക്കണ്ട അല്ലേ. അതെ അതെ, വേറെ നിങ്ങൾ പെട്ടെന്ന് കാഴ്ചകൾ കണ്ട് ഇരുട്ടത്തിന് മുമ്പ് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരാം. ഈ വഴി തന്നെ നമുക്ക് തിരിച്ചു പോവാം. കാർ അവിടെ അല്ലേ കിടക്കുന്നത്. ഇതും ഉള്ള കോട്ടയുടെ ഭാഗം കേട്ടോ. നമ്മളവിടെ നിൽക്കാൻ നേരത്തെ അപ്പുറം കോട്ടയുടെ മുൻവശം നിൽക്കാൻ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കോട്ടയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ആ ജലം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്തു പറയുന്നത്, കൃത്രിമ ജലാശയല്ലേ, അതിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു പശു കിടപ്പുണ്ടായിരുന്നു. പോണ്ടേ, നമ്മൾ കുറച്ചുകൂടി കൊണ്ട് നടന്നപ്പോഴേ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ആ ഒരു മൈതാനമല്ല കാണുന്നത് കണ്ടോ, പുറമേ ഉള്ള എന്നാ ആൾക്കാരല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ അന്നത്തെ പടയാളികൾ കാവൽക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് ഇരിക്കാനുള്ളൊരു സ്റ്റൂള് പോലെ പണിയിട്ടേന്നുണ്ടോ, അത് ഫുള്ള് പാറ കൊണ്ടാണ് കേട്ടോ. അതിന് തൊട്ട് താഴെ അവർക്ക് എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമായിരിക്കും. മഴ സമയങ്ങളിൽ സ്റ്റേ ചെയ്യാനുള്ള റൂമോ എന്തൊക്കെ ആയിരിക്കാം. അതും ഇല്ല, അതാണൊക്കെ ഒരുപാട് പറഞ്ഞു തരാനായിട്ട് നമുക്ക് അങ്ങനെ. അതെ, ഗൈഡൊക്കെ ഉള്ളത് അതാണൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. മേളിൽ കയറുവാന്നോ? ഞാനൊന്ന് കയറി നോക്കട്ടെ. കൊള്ളാം. നമ്മൾ അങ്ങോട്ട് പോയില്ലേ, ആ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്, ആ ഒരു റൗണ്ട് ഷേപ്പില് കണ്ടാ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. കൊള്ളാല്ലേ, പലതും ചരിഞ്ഞു തുടങ്ങിയില്ലേ അവിടെയൊക്കെ. കാരണം ഇത്രയും പഴക്കമില്ലേ. അതെ അതെ, ഇരുത്തി തുടങ്ങി ആ ഭാഗങ്ങളിലൊക്കെ. വെള്ളം വന്നു, വെള്ളത്തിൽ നിൽക്കുവാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞില്ല, ഇത് കൃത്രിമ ജലാശയം തന്നെയാണ്. കാരണം ഈ കോട്ടയ്ക്ക് ചുറ്റിനും ഉണ്ട് ഇത്. ആദ്യം പറഞ്ഞ് വിശ്വസിച്ചോ? ഇല്ല, വിശ്വസിക്കാൻ പാടാണ്. കാരണം ആ വെള്ളത്തിന്റെ ക്വാളിറ്റി അതിനൊക്കെയുണ്ട്, എല്ലാം അതിനൊക്കെയുണ്ടല്ലേ.
കാരണം ആ എല്ലാ സൈഡിലും സൈഡ് വാൾ കെട്ടി ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. അത് ഇപ്പോൾ ഒന്നും ചെയ്തതൊന്നുമല്ല, അന്നേ ചെയ്തതാണ്. ബാ ഇപ്പം നിലവിലേ സമയം എത്രയും നോക്കി ബിനീച്ച? ടൈം കാണിച്ചേ 5:05. നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ ഇവിടെ. നമുക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് തിരിച്ചു പോകാം, കാരണം ഇവിടെ പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാരുടെ പ്രശ്നങ്ങൾ. ഒരു സൈഡ് ഫുള്ള് മല കേട്ടോ, കണ്ടോ, കുന്നും മലയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. കപ്പിൾസിന്റെ വിഹാര കേന്ദ്രമാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ കണ്ടോ ഇരിക്കാനുള്ള സൗകര്യമായിരിക്കും. ചെറിയ റൂമല്ലേ, ഇച്ചിരി ഉള്ളു. ഓ ഉണ്ട്, അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ? ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഒരു വല്ലാത്തൊരു സംഭവം അല്ലേ. ഇത്രയും വലിയ കോട്ട നമ്മൾ വേറെ കണ്ടിട്ടുമില്ല കണ്ടോ. നമ്മൾ നേരത്തെ അവിടെ ഒരെണ്ണം കണ്ടായിരുന്നു കേട്ടോ, ഇത് കണ്ട കുറഞ്ഞേ. അതാണെങ്കിൽ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് കണ്ടോ, ആ ഭാഗത്ത് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റൂൾ പോലെ, എനിക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കുമായിരിക്കും ചെയ്യുന്നില്ല കണ്ടോ, അവിടെ കയറി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമായിരിക്കും. ബാ നമുക്ക് സമയം കളയണ്ട. പക്ഷെ നമ്മൾ ആ മസ്ജിദ് കണ്ടു, മഹർ കണ്ടില്ലല്ലോ. അതും അതിനകത്ത് എവിടെങ്കിലും ആയിരിക്കും അല്ലേ? ഓ ഇതാണ് അത്. മ്യൂസിയം ഇതാണ് ഗവൺമെന്റ് മ്യൂസിയം അത് കേട്ടോ. പക്ഷെ ഇത് അല്ല, ഇന്ന് നമുക്ക് കയറാൻ പറ്റും, നാളെ കയറാൻ പറ്റും. ഹോളിഡേ സാധിച്ചത്. തിരിച്ചു പോകാം. എന്തോ പറ്റി? ഇനി അങ്ങോട്ട് പോയാലും ഇതൊക്കെ തന്നെ ഉള്ളൂ. മ്യൂസിയം കേട്ടോ അത്. ആ ഒരു ബീരങ്കിയൊക്കെ ഫ്രണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടല്ലേ. ഫിനിഷ, നമ്മൾ തുടക്കത്തിൽ ഒരു കോട്ടയുടെ ഒരു സൈഡിൽ പോയി നമ്മൾ മുകളിലുള്ള കാഴ്ച കണ്ടില്ലായിരുന്നു, കുറച്ച് ഉയരത്തിൽ കയറി എന്നുള്ള. അത് കണക്ക് ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാ കോർണറിലും ഉള്ളതാന്ന് തോന്നുന്നു. ഇവിടെ കണക്ക് ഉയരത്തിൽ കയറി നിന്ന് അത് ഇങ്ങോട്ട് ചരിഞ്ഞ്. ഓ അവിടെ എന്തോ ഉണ്ട് കേട്ടോ വേറെ. നോക്കാം, അവിടെ എന്തോ ഉണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക പറക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ദേശീയ പതാക ഇങ്ങനെ പറപ്പിക്കുമോ? ഒരിക്കലും, കാരണം ഞാൻ ഒരിക്കലും എൻ്റെ വണ്ടിയിൽ ഒരു പതാക വെച്ച് പറത്തി ഇങ്ങനെ കൊണ്ടുപോയപ്പോഴേ പോലീസുകാരെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞത് വെക്കല്ലേന്ന് പറഞ്ഞായിരുന്നു. അത് നിന്റെ വണ്ടിയിലല്ലേ? ഇതൊരു അല്ല, ഞാൻ കേട്ടറിവാണ്. ആ ദിവസം മാത്രം വിശേഷ ദിവസങ്ങൾ ഓഗസ്റ്റ് 15 ആ ടൈമിലൊക്കെ അല്ലേ സാധാരണ. എനിക്ക് അറിയത്തില്ല, ചിലപ്പം അലൗ ചെയ്യുമായിരിക്കും. എന്റെ പൊന്നോ, ഇതിങ്ങനെ പോകത്തേ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്വിച്ചിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇതൊരു റൗണ്ട് പോലെയാ. സൂപ്പർ കേട്ടോ. ഞങ്ങൾ കടലിൽ വെച്ച് ഏറ്റവും വലിയ കോട്ടയിൽ ഇതുവരെ പോയതില് ഇതുവരെ പോയതിൽ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അതെ അതെ അതെ, കൊറേ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ ഇനിയും കടന്ന് ഇവിടെ കറങ്ങിയാൽ ശരിയാവത്തില്ല. ആ ഭാഗത്തെല്ലാം ഈ അങ്ങനെ തന്നെ കേട്ടോ, അങ്ങ് വിശാലമായി കിടക്കും കേട്ടോ കോട്ട. പക്ഷെ നമ്മൾ അകത്ത് നിന്ന് അറിയത്തുമില്ല ഇങ്ങനെ കോട്ടയതിനകത്ത് ഉണ്ടെന്നില്ലേ. ഇല്ലേ, അറിയൂ? ഇല്ല. പക്ഷെ അവിടെയൊക്കെ തകർന്നു കേട്ടോ, കുറേ ഭാഗങ്ങളൊക്കെ തകർന്നിരിക്കുന്നുണ്ട് അവിടെയൊക്കെ. നമ്മളെ ചെക്സ് കളിക്കാറില്ലേ, അതിൽ പടയാളില്ലേ, കോട്ട പടയാളിലൊക്കെ പറയത്തില്ലേ, അതെനിക്ക് കോട്ടയാണ്. കോട്ടല്ല, തേര് തേര് തേര്. ആ തേരിൻ്റെ ഷേപ്പാണ് ചില സ്ഥലം ചിലതിനെ കാണുമ്പോഴേ. ഇവിടെ ഉണ്ട് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നേരെ ഇരുട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഇവിടുന്ന്. അതെ, ഇറങ്ങി ഇനി ഒരു പമ്പ് കണ്ടെത്തണം.
എന്നാലും നിന്റെ മനസ്സേ ഹായ് കൂട്ടുകാരെ, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനുണ്ടല്ലോ വൃത്തികെട്ട ഇവൻ പറയുമോ കപ്പിൾസിന്റെ പോയി ശല്യം ചെയ്യാം. അയ്യോ അവളാ ചിരി നോക്ക്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അന്നേരം ഞങ്ങൾ യാത്ര അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത 23ാമത്തെ ജില്ലയിലോട്ടില്ലേ. അന്നേരം നാളെ രാവിലെ ഞങ്ങൾ യാത്ര തിരിക്കുന്നതായിരിക്കും. അന്നേരം ഇന്ന് ഏതെങ്കിലും പമ്പ് സ്റ്റേ നോക്കി സേഫ് ആവുക, അതാണ് ലക്ഷ്യം. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പമ്പാണ്. ഒരു ചായ കുടിക്കുക, പമ്പിൽ കയറുക, ഉറങ്ങുക, ചോറ് കഴിക്കുക. അന്നേരം കോട്ടയെക്കുറിച്ച് ഒന്നുമുള്ള നിന്റെ അഭിപ്രായം എന്നോട് പറയാമോ? എനിക്ക് ഈ കോട്ടയിൽ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടത്, അതായത് തമിഴ്നാട് വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ലെങ്തിയും ഏറ്റവും വലുതുമായിട്ടുള്ളൊരു കോട്ടയായിരുന്നു ഇത്. ഒരു കിടങ്ങ് ഒരു കോട്ടയ്ക്ക് ചുറ്റിനും ഇങ്ങനെ നമ്മളെ ബാഹുബലി സിനിമയ്ക്കകത്തേ ഒരു ബാഹുബലി മകൻ വന്ന് കോട്ടയ്ക്ക് ഉള്ളിൽ കയറുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിൽ കൂടെ ചാടി വന്നിട്ട് കോട്ടയിൽ കയറുന്നൊരു സീനുണ്ട്, എന്നിട്ട് മേളിൽ നിന്ന് ചാടുന്നൊരു സീനൊക്കെ. അത് കണക്കാണ് ഇവിടെ വന്ന് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഈ കോട്ട കണ്ടപ്പോഴേ. കാരണം കൃത്രിമ ജലാശയത്തിന് അകത്താണ് നമ്മൾ ഈ കോട്ട നിൽക്കുന്നത്. ആ ജലാശയം നിറയെ വെള്ളവും ഉണ്ട്. അത് നമ്മൾ ഈ കോട്ടയുണ്ടല്ലോ, ആ കോട്ടയെ ചുറ്റിനും ഉണ്ട് നമുക്ക് വെള്ളം. ഓക്കെ, ബൈ.